ഈ വലിയൊരു ലാർജ് സ്കെയിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു യുദ്ധക്കപ്പലിന് തീപിടിക്കുന്നു, ചെറിയ തീപ്പൊരി ആണെങ്കിൽ പോലും അത് വാർത്തയായി. ഇറാൻ്റെ ആക്രമണത്തിൽ അത് സംഭവിച്ചു എന്ന് കരുതുന്ന ആളുകളുണ്ട്. അമേരിക്കയ്ക്ക് വൻതോതിൽ മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമല്ലേ? ഒരു സാധാരണ കപ്പൽ പോലെയല്ല വിമാനവാഹിനി കപ്പൽ, മൂവിങ് എംപയർ അല്ലേ? ലാൻഡ് ടു മാസ്, അമേരിക്കയുടെ ലാൻഡ് ടു മാസ് തന്നെയാണ് കപ്പൽ എന്നറിയപ്പെടുന്നത്. അമേരിക്കയ്ക്ക് ഈ തേർഡ് സിസ്റ്റം കുറഞ്ഞു വരുന്നില്ലേ? അതിൻ്റെ മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നില്ലേ? ആൾനാശം കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നറിയില്ല. കാരണം കർശനമായ സെൻസറിങ്ങിന് വിധേയമായിട്ടാണ് വാർത്തകളെല്ലാം പുറത്തേക്ക് പോകുന്നത്. ലോകത്തിന് നേരെയുള്ള ഇറാൻ്റെ ഉപരോധമാണ് ഹോർമൂസ്. ഇറാനെതിരെ അതേ ഹോർമൂസിൽ തന്നെയാണ് അമേരിക്ക ഉപരോധം പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ എണ്ണ വിൽക്കുന്നില്ല, ഇപ്പോൾ യുദ്ധത്തിലാണ്. പക്ഷെ നിങ്ങൾ എണ്ണ കടത്തിക്കൊണ്ട് പോവില്ല, അത് നിയന്ത്രിക്കുന്നത് ഹോർമൂസാണ്. കാരണം ശബ്ദാതിവേഗ മിസൈലുകൾ, ഇപ്പോൾ ഷാഹിദ് സീരീസിലുള്ള ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെ ഇറാനിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അത് തടുക്കാൻ ഒരുപക്ഷെ കൺവെൻഷണൽ തേർഡ് സിസ്റ്റത്തിന് കഴിയില്ലാതെ വന്നേക്കാം. ജെറുസലേം എന്ന പുണ്യ നഗരം ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിവിധ ജനവിഭാഗങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയൊരു സംശയം തോന്നാൻ കാരണം USS ജെറാൾഡ് ആർ ഫോർഡിന് തീപിടിക്കുന്നു. അത് ആക്രമണമല്ല എന്ന് US പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ആകാശത്ത് വെച്ച് മറ്റു വിമാനങ്ങളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനം ഇറാഖിന്റെ ചില ഭാഗങ്ങളിലേക്ക് തകർന്നു വീഴുകയും ചെയ്യുന്നു. ഇതും ആക്രമണത്തിലല്ല എന്നാണ് US പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് അത് തങ്ങൾ വെടിവെച്ചിട്ടതാണ്, ആക്രമിച്ചതാണ് എന്ന്. ഇർബിലിലെ US സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി US സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെയെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ശരിക്കും അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെല്ലാം ഇറാൻ തെറ്റിച്ചോ? കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 നിർണായക സംഭവങ്ങൾ യുദ്ധത്തിൽ സംഭവിച്ചു. ഈ 3 കാര്യങ്ങളും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലേശം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലേറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം USS ജെറാൾഡ് ഫോർഡ്. അത് വിമാനവാഹിനി കപ്പലാണ്. ഏറെ നമ്മൾ സംസാരിച്ച ഒരു ജലയാനമാണ്. നൂറുകണക്കിന് വിമാനങ്ങൾ വഹിക്കാൻ കഴിയുന്ന വലിയ പ്രഹരശേഷിയുള്ള ഒരു ഫ്ലീറ്റിൻ്റെ തലപ്പത്തുള്ള വിമാനവാഹിനി കപ്പൽ. അവിടെ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് ആകാം, എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് ആകാം, മറ്റെന്തെങ്കിലും കാര്യമാകാം, സ്വാഭാവികമായി സംഭവിച്ച എന്തെങ്കിലും അപകടമാകാം. പക്ഷേ ഈ വലിയൊരു ലാർജ് സ്കെയിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു യുദ്ധക്കപ്പലിന് തീപിടിക്കുന്നു, ചെറിയ തീപ്പൊരി ആണെങ്കിൽ പോലും അത് വാർത്തയായി. ഇറാൻ്റെ ആക്രമണത്തിൽ അത് സംഭവിച്ചു എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതിന് സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ വഴി ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ചെങ്കടലിലാണ് ഇപ്പോൾ. ആദ്യം അത് മെഡിറ്ററേനിയൻ കടലിലായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ USS ജെറാൾഡ് ഫോർഡ് ചെങ്കടലിലാണ്. നോക്കൂ, 3 കടലുകൾ ഒരു തന്ത്രപ്രധാനമായ ഇടത്ത് തന്നെയാണ്. ഒന്ന് ഇസ്രയേലിൻ്റെ പടിഞ്ഞാറുള്ള മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ എന്ന് പറയും. ആ കടലാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിനെയും ഏഷ്യൻ ഭൂഖണ്ഡത്തെയും ആഫ്രിക്കയെയും എല്ലാം അതിരിടുന്ന കടൽ. അവിടെ നിന്നുകൊണ്ട് യുദ്ധസന്നാഹങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നങ്കൂരമിടുന്ന വിമാനവാഹിനി കപ്പൽ പല രാജ്യങ്ങൾ കടന്നു വേണം അവിടുന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് ഇറാനിൽ എത്താൻ. അതായത് ഇസ്രയേലിൻ്റെ എയർ സ്പേസിലൂടെ ജോർദൻ്റെയും ഇറാഖിൻ്റെയും എയർ സ്പേസ് അല്ലെങ്കിൽ സിറിയയുടെ എയർ സ്പേസ് കടന്നു വേണം ഇറാനിൽ പതിക്കേണ്ടത്. അത് വലിയ ഒരു ദൂരമാണ്. അതേസമയം മറ്റൊരു കടലിടുക്കുണ്ട്, ചെങ്കടൽ, ബാബൽ മന്ദേബ്. അറബിക്കടലിൽ നിന്നും ബാബൽ മന്ദേബ് എന്ന കുപ്പിക്കഴുത്ത് കടന്ന്, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പോലെ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്ത് ഉള്ള യമൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള, മറുഭാഗത്ത് ആഫ്രിക്കയിലെ ജിബൂട്ടി പോലെയൊക്കെയുള്ള രാജ്യങ്ങളുമായി അതിർത്തിയുള്ള സോമാലിയ, എത്യോപ്യ, ആ ഒരു മേഖലയാണ് കിഴക്കൻ ആഫ്രിക്ക, ഹോൺ ഓഫ് ആഫ്രിക്ക. ആ ഒരു ഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു കടൽ, അതാണ് ചെങ്കടൽ. ചെങ്കടൽ കടന്നെങ്കിൽ മാത്രമേ സൂയസിലെത്താൻ ഒക്കൂ. സൂയസിലെത്തിയാൽ മെഡിറ്ററേനിയനിലേക്ക് എത്താം. അതുകൊണ്ട് മെഡിറ്ററേനിയനിൽ നിന്നും സൂയസ് കനാൽ വഴി ചരക്കുകളൊക്കെ ചെങ്കടലിലേക്ക് വന്ന് അവിടുന്ന് പുറം ലോകത്തേക്ക് വരുന്നു. അവഴിയാണ് എണ്ണ ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയുന്നത്. അവിടെ കാര്യമായി അഫക്റ്റഡ് അല്ല. ഹൂതികൾ മാത്രമാണ് അവിടെ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ സാധ്യത. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഹൂതികളുടെ സാന്നിധ്യം കാര്യമായി ചർച്ചാ വിഷയമായിട്ടില്ല ഇതുവരെ. നാളുകളിൽ അതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ ചെങ്കടൽ മേഖലയിലായിരുന്നു
ഈ കപ്പൽ എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ആ കപ്പലിൽ തീപിടുത്തമുണ്ടായി, അത് വലിയ ഒരു ആശങ്കയാണ് അമേരിക്കൻ സൈന്യത്തിന് ഉണ്ടാക്കുന്നത്. കാരണം കപ്പലൊക്കെ, വിമാനവാഹിനി കപ്പലിലൊക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും അമേരിക്കൻ ജനത അതിന് മാപ്പ് കൊടുക്കില്ല. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് വൻതോതിൽ മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമല്ലേ. ഒരു സാധാരണ കപ്പൽ പോലെയല്ല വിമാനവാഹിനി കപ്പൽ, മൂവിങ് എംപയർ അല്ലേ. ലാൻഡ് ടു മാസ്, അമേരിക്കയുടെ ലാൻഡ് ടു മാസ് തന്നെയാണ് കപ്പൽ എന്നറിയപ്പെടുന്നത്. ആ ഭൂമി ചലിക്കുന്ന, കടലിലൂടെ ചലിക്കുന്ന പരമാധികാര ഭൂമി എന്നാണ് വിമാനവാഹിനി കപ്പലുകളെ അറിയുന്നത്. വിമാനവാഹിനി കപ്പലുകളെ അങ്ങനെ ആരും ആ രീതിയിൽ ആക്രമിക്കാറില്ല എന്നതും ഒരു പരിഗണനീയമായ കാര്യമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആക്രമിച്ചെങ്കിലേ പറ്റൂ. വിമാനവാഹിനി കപ്പലാണെങ്കിലും ഏത് കപ്പലാണെങ്കിലും പരമാവധി അവസരത്തിൽ ആക്രമിക്കും. പക്ഷേ ഇത് ഇറാൻ ആക്രമണമെന്ന സ്ഥിരീകരണമില്ലാത്തതുകൊണ്ട് അത് അവിടെ നിന്ന് വിടുന്നു. രണ്ടാമത്തെ, അത് ആക്രമണമല്ല, അത് വലിയൊരു മിസ്ഹാപ്പാണ്. എയർ ഫ്യൂലിംഗ് എന്നത് ആകാശത്ത് വെച്ച്, റീഫ്യൂലിംഗ് ആകാശത്ത് വെച്ച് സംഭവിക്കുന്നതാണ്. ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ്സ്, ഇപ്പം B-2 ബമ്പറുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ദീർഘദൂരം പറക്കുന്ന വിമാനങ്ങൾ ലാൻഡ് ചെയ്യാതെ തന്നെ പറക്കുമ്പോൾ ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന ഒരു റീഫ്യൂലിംഗ്, അതിനുവേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത വിമാനങ്ങളുണ്ട്. ഈ ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ അവിടെ ഒരു വിമാനവും അപകടത്തിൽപ്പെട്ടു. അത് വലിയൊരു ആശങ്കയാണ്. അമേരിക്കയുടെ ടെക്നിക്കൽ കോമ്പറ്റൻസ് യുദ്ധത്തിന് വേണ്ടി പൂർണ്ണമായി ഗിയറപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന മിസ് ഹാപ്പുകൾ, ഒരുപക്ഷെ ഇതൊക്കെ ക്ലെയിം ചെയ്യുന്നത് ഇറാൻ ക്ലെയിം ചെയ്യും, തങ്ങളാണ് തകർത്തത് എന്ന രീതിയിൽ ക്ലെയിം ചെയ്യും. ഒരുപക്ഷെ ഉണ്ടാകുന്ന ഇത്രയും സോർട്ടീസ്, പറക്കലുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അപകടങ്ങളാണ്, ചില അത്യാഹിതങ്ങൾ അപകടങ്ങളാണ്. ഈ അപകടങ്ങളെ ഒരിക്കലും മുൻകൂട്ടി കാണാനാവില്ല. പക്ഷേ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആത്മവീര്യമാണ് നഷ്ടപ്പെടുന്നത്. വിമാനങ്ങൾ ഇറാൻ അടിച്ചിട്ടു എന്ന രീതിയിലല്ല അവിടെ സംസാരം, മറിച്ച് തങ്ങൾക്ക് ടെക്നിക്കൽ പിഴവുകൾ സംഭവിക്കുന്നു എന്നുകൂടിയാണ്. മൂന്നാമത്തേത്, ഇറാഖിലെ ഇർബിലിൽ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ആക്രമണം നടന്നിരിക്കുന്നു. അവിടെ എല്ലാ പ്രതിരോധവും ഭേദിച്ചുകൊണ്ട് അമേരിക്കയുടെ എല്ലാ പ്രതിരോധ മിസൈലുകൾ, അപ്പോൾ THAAD സംവിധാനം, അതുപോലെ പേട്രിയോട്ട് സംവിധാനം, വലിയ വിലയേറിയ മിസൈൽ പ്രതിരോധ കവചങ്ങളല്ലേ അതൊക്കെ, അതെല്ലാം ഭേദിച്ചുകൊണ്ട് ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും അവിടെ പതിച്ചു എന്ന് പറയുമ്പോൾ ഒരു സൂചന ലഭിക്കുകയാണ്. ഏറ്റവും ആദ്യഘട്ടത്തിൽ കിട്ടുന്ന സൂചന എന്ന് പറയുന്നത്, അമേരിക്കയ്ക്ക് ഈ THAAD സിസ്റ്റം കുറഞ്ഞു വരുന്നില്ലേ, അതിൻ്റെ മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നില്ലേ. വളരെ ചെറിയൊരു പീരീഡ് യുദ്ധത്തിന് വേണ്ടി ഒരുക്കിയ ഒരു THAAD സംവിധാനം ഒരുപക്ഷെ 1-2 ആഴ്ച കൊണ്ട് അവസാനിക്കേണ്ട യുദ്ധം എന്ന് പറയുമ്പോൾ ഇറാൻ്റെ ഡ്രോണുകൾ കടന്നു വരുമ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ ഒരു ഡ്രോണിനെ, വളരെ ചിലവ് കുറഞ്ഞൊരു ഡ്രോണിനെ തകർക്കാനായി അതിൻ്റെ 100 ഇരട്ടി ചിലവ് വരുന്ന മൾട്ടിപ്പിൾ മിസൈൽ ലോഞ്ച് അവിടെ സംഭവിക്കുന്നു, THAAD അനുസരിച്ചും പേട്രിയോട്ട് അനുസരിച്ചും. ഇത് കുറച്ച് കഴിയുമ്പം ഈ അവനാഴിയിലെ പ്രതിരോധ അസ്ത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഏറിയൽ ഡിഫൻസ് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആവനാഴിയിലെ ഡിഫൻസീവ് കേപ്പബിലിറ്റി കുറഞ്ഞു വരുന്നോ എന്ന ഒരു സൂചന ഇപ്പോൾ പലർക്കുമുണ്ട്. ഇത് നോക്കിക്കാണുന്നവർക്ക് വെളിയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇറാൻ്റെ മിസൈലുകൾ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിൽ പതിച്ചില്ല. ഇപ്പോഴിതാ അത് പതിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് മാറി വരുന്ന ഒരു ട്രെൻഡാണോ സൂചിപ്പിക്കുന്നത്? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യോമ പ്രതിരോധം, ഇസ്രായേലിന് മേലും ഏറെ മിസൈലുകൾ പെയ്തിറങ്ങുന്നു. നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആൾനാശം കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നറിയില്ല. കാരണം കർശനമായ സെൻസറിങ്ങിന് വിധേയമായിട്ടാണ് വാർത്തകളെല്ലാം പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്നിരുന്നാലും വ്യോമ കവചം, ആകാശ കവചം, അതിന് അയൺ ഡോം എന്ന് വിളിച്ചാലും അയൺ ബീം എന്ന് വിളിച്ചാലും THAAD എന്ന് വിളിച്ചാലും അല്ല എങ്കിൽ പെട്രിയോട്ട് സിസ്റ്റം എന്ന് വിളിച്ചാലും ഏത് രീതിയിൽ വിളിച്ചാലും ശരി, അതിൽ വിള്ളലുകൾ വീഴുന്നു. അങ്ങനെ വിള്ളലുകൾ വീഴുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എണ്ണം ഭീതിതമായി കുറയുന്നു. അതുകൊണ്ട് മറ്റിടങ്ങളിൽ, ഒരുപക്ഷെ ചൈനയെ പ്രതിരോധിക്കാൻ തൈവാനിലോ മറ്റിടങ്ങളിലോ ഒക്കെ തന്നെ വിന്യസിക്കുന്ന മിസൈൽ ശേഖരം ഇനി വെസ്റ്റ് ഏഷ്യയിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നതൊരാശങ്കയാണ്. അതുമാത്രമല്ല, അങ്ങനെ മാറ്റേണ്ടി വന്നാൽ ആ ഭാഗങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ മുതലെടുപ്പ് നടക്കില്ല. ഉദാഹരണത്തിന് സൗത്ത് കൊറിയയെ, ജപ്പാനെയും ഒക്കെ നോർത്ത് കൊറിയയിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നത് അമേരിക്ക നൽകുന്ന മിസൈൽ കവചങ്ങളാണ്. ഈ മിസൈൽ കവചങ്ങൾ ഈ ഗൾഫ് യുദ്ധം, ഇവിടുത്തെ പേർഷ്യൻ ഗൾഫിലെ പോരാട്ടം, ഇറാനെതിരെയുള്ള പോരാട്ടം വിജയിപ്പിക്കാൻ ഇങ്ങോട്ട് നീക്കേണ്ടി വന്നാൽ അവിടം ദുർബലമാകും. അവിടൊക്കെയാണ് ഇപ്പോൾ എങ്ങനെ നോർത്ത് കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ വിശ്വസിക്കും? അവസരം കിട്ടിയാൽ മുതലെടുപ്പ് നടത്തില്ലേ
ഇതെല്ലാം ചേർത്ത് വായിക്കണം. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇറാനെതിരെയുള്ള യുദ്ധം ഏതൊക്കെ രീതിയിലാണ് മറ്റിടങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുകൂടി അറിയില്ല. അതുകൊണ്ടാണ് ഈ 3 കൃത്യമായ കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ച 3 നഷ്ടങ്ങൾ, വലിയ നഷ്ടങ്ങൾ അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖംനേയി ഈ പദവി ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ ഇറാന്റെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് തുടരുമെന്നും മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണമെന്നും അയൽരാജ്യങ്ങളുമായി സൗഹൃദം തുടരുമ്പോഴും US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ മുജ്തബ ഖംനേയി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും എന്താണ് വായിച്ചെടുക്കേണ്ടത്? മുജ്തബ രണ്ടും കൽപ്പിച്ചാണോ? അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മുജ്തബ ഖൊമൈനി, അയത്തുള്ള അലി ഖൊമൈനിയുടെ മകൻ, രണ്ടും കൽപ്പിച്ചാണോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചിത്രം. ഈ പ്രതികാര ദാഹം അദ്ദേഹത്തിനുണ്ടാവും തീർച്ചയായും. പിതാവ് കൊല്ലപ്പെട്ടു, സ്വന്തം ഭാര്യ കൊല്ലപ്പെട്ടു, മകൻ കൊല്ലപ്പെട്ടു. അപ്പോൾ വലിയ പ്രതികാരദാഹത്തോടു കൂടിയായിരിക്കും ഒരുപക്ഷെ മുജ്തബയുടെ പുതിയ ഭരണാധികാരി, പുതിയ ആധ്യാത്മിക പരമോന്നത നേതാവ് ആയിട്ടുള്ള മുജ്തബ ഖൊമൈനിയുടെ നീക്കങ്ങൾ. അത് കൃത്യമായി ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെതായി ഇറാനിയൻ മാധ്യമങ്ങളിൽ വന്ന ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നയം വ്യക്തമാക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് തൻ്റെ നയം വ്യക്തമാക്കുകയാണ്. തൻ്റെ പിതാവ് ഫോളോ ചെയ്തിരുന്ന നയം അതേപോലെ അതിനേക്കാൾ കഠിനമായി തുടരും എന്ന സൂചനയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം, ആ സംസാരം അല്ലെങ്കിൽ ആ വാക്കുകൾ കമ്പോട് കമ്പ് വായിക്കുമ്പോൾ തോന്നുന്നത്. അതിലൊന്ന്, തങ്ങൾ ഹോർമൂസ് കടലിടുക്കിനെ പരമാവധി പ്രയോജനപ്പെടുത്തും. തങ്ങളുടെ സുരക്ഷയ്ക്കായി, തങ്ങളുടെ ഒഫൻസീവ് കേപ്പബിലിറ്റിക്കായി തങ്ങളെ ബ്ലോക്കേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തങ്ങൾക്കും ലോകത്തെ മുഴുവൻ ബ്ലോക്കേഡ് ചെയ്യാൻ സാധിക്കും. ലോകത്തിന് നേരെയുള്ള ഇറാൻ്റെ ഉപരോധമാണ് ഹോർമൂസ്. ഇറാനെതിരെ അതേ ഹോർമൂസിൽ തന്നെയാണ് അമേരിക്ക ഉപരോധം പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ എണ്ണ വിൽക്കുന്നില്ല, ഇപ്പോൾ യുദ്ധത്തിലാണ്. പക്ഷെ നിങ്ങൾ എണ്ണ കടത്തിക്കൊണ്ട് പോവില്ല, അത് നിയന്ത്രിക്കുന്നത് ഹോർമൂസാണ്. അതുകൊണ്ട് ഹോർമൂസിനെ നിങ്ങൾ അല്ല ഇപ്പോൾ ഉപരോധിക്കുന്നത്, ഞങ്ങളാണ്. ഞങ്ങൾ തീരുമാനിക്കും ഹോർമൂസ് കടലിടുക്കിലൂടെ ഏത് കപ്പൽ, ഏത് പതാകയുള്ള കപ്പൽ പോകണം, എന്ത് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയാനുള്ള ഒരു ശക്തി ഇറാനുണ്ട്. അല്ല എങ്കിൽ കരയിൽ നിന്നുകൊണ്ട് തൊടുക്കാവുന്ന മിസൈലുകൾ ഹോർമൂസിന് നേരെ, അവിടെ കൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഒരുപക്ഷെ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ മതിയാകും. കരയിൽ നിന്നുകൊണ്ട് വളരെ ചെറിയൊരു കുപ്പിക്കഴുത്താണല്ലോ, കേവലം 35 കിലോമീറ്ററോളം വീതിയുള്ള ആ ഹോർമൂസിൻ്റെ ഏത് ഭാഗത്തൂടെ കപ്പൽ പോയാലും കരയിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾക്ക് പറ്റും. അത് അല്ല എങ്കിൽ മൈനുകൾ വിതറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ്. ഇറാൻ്റെ മൈൻ വിതറി കപ്പലുകൾ, മൈൻ വിന്യസിക്കുന്ന കപ്പലുകളിൽ 16 എണ്ണത്തിനെ തകർത്തു എന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ക്ലെയിമാണ്, യുദ്ധസമയത്ത് ഉള്ള ക്ലെയിം. അത് നമ്മൾ ആ ക്ലെയിമിനെ ക്ലെയിമായിട്ട് തന്നെ എടുക്കുന്നു, അല്ലാതെ അതിനെ യാഥാർത്ഥ്യമെന്ന് കാണാനാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവിക്കുന്നു. അതുകൊണ്ട് ഒട്ടും സുരക്ഷിത മേഖലയല്ല ഹോർമൂസ്. അതിൻ്റെ പ്രാധാന്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. 1. 2, നിങ്ങൾക്ക് മാപ്പില്ല. ഞങ്ങളെ നിങ്ങൾ ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു, ഇസ്രായേലും അമേരിക്കയും ചേർന്ന്. നിങ്ങൾക്ക് മാപ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടി തുടരും. നിങ്ങളുടെ താവളങ്ങൾ ഏതെല്ലാം രാജ്യത്തുണ്ടോ, അത് ഞങ്ങൾ സുഹൃത്ത് രാജ്യമാണോ, മുസ്ലിം രാജ്യമാണോ, അറബ് രാജ്യമാണോ, GCC രാജ്യമാണോ എന്നൊന്നും നോക്കില്ല. താവളങ്ങൾ, അമേരിക്കൻ താവളങ്ങൾ ഏതെല്ലാം രാജ്യത്ത് നിലനിൽപ്പുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ആക്രമണം തുടരും. ആക്രമണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അത് വ്യക്തമായ സൂചനയാണ്. കാരണം ആക്രമണം ഇറാൻ തുടരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാന് മേലുള്ള ആക്രമണം അവസാനിപ്പിച്ച് കഴിഞ്ഞാലും ഇറാൻ യുദ്ധം തുടരും എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഒരുപക്ഷെ GCC രാജ്യങ്ങളും ഇറാനോട് സന്ധി ചെയ്യേണ്ടി വരും. ഇറാൻ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. അമേരിക്ക ഏകപക്ഷീയമായ യുദ്ധം അവസാനിപ്പിച്ചാലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടി, ഇറാനെ പൂർണ്ണമായി തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായ പിന്മാറ്റം പ്രഖ്യാപിച്ചാലും, യുദ്ധം നിർത്തിവെച്ചു എന്ന് പറഞ്ഞാലും, അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാലും യുദ്ധം അവസാനിക്കണമെന്നില്ല എന്നാണ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ മകൻ മുജ്തബ ഖൊമൈനി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വളരെ ഉദ്വേഗജനകമായൊരു കാര്യമാണ്. കാരണം
ഹോർമോസ് കടലിൽ ഇപ്പോൾ നിലവിൽ 28 ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങി കിടപ്പുണ്ട്. അത് വെളിയിലേക്ക് കൊണ്ടുപോകാനാകുമോ? അതിനുള്ള തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ്, ഇന്ത്യ നടക്കുന്ന ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ തീർച്ചയായും അത് പ്രേക്ഷകരിലേക്ക് എത്തും. പക്ഷേ അമേരിക്കയുടെ കപ്പലുകളുണ്ട്, അമേരിക്കൻ പതാക വഹിക്കുന്ന മറ്റ് കപ്പലുകളുണ്ട്, ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലുകളുണ്ട്. അറബി രാജ്യങ്ങളിൽ വലിയ ആശങ്ക, അവരുടെ മനസ്സുകളിൽ ആശങ്ക വാരി വിതറിക്കൊണ്ട് നൂറുകണക്കിന് കപ്പലുകൾ പുറത്തേക്ക് പോകാനാവാതെ ഹോർമോസിന് പടിഞ്ഞാറ്, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ വിവിധ പോർട്ടുകളിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഒരു സ്റ്റെയിൽമേറ്റാണ്. അതുപോലെ ഹോർമോസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉള്ള ഒമാൻ ഉൾക്കടൽ മേഖലയിൽ നൂറുകണക്കിന് കപ്പലുകൾ അകത്തേക്ക് പോകാനുള്ള അവസരം പാർത്ത് കിടപ്പുണ്ട്. വളരെ അകലെയായി നങ്കൂരമിട്ടിട്ടുണ്ട്. ഒമാൻ കോസ്റ്റിൽ ഉൾപ്പെടെ നങ്കൂരമിട്ട്, ഒമാൻ കോസ്റ്റിൽ നങ്കൂരമിട്ട കപ്പലുകളെ ഉൾപ്പെടെ ഇറാൻ ആക്രമിക്കുന്ന ഒരവസരം വരുമ്പോൾ മുജ്തബ ഖുമൈനിയുടെ വാക്കുകൾക്ക് അർത്ഥതലങ്ങൾ ഏറുകയാണ്. കാരണം നിങ്ങൾ പേടിച്ചേ മതിയാകൂ, ഗൾഫ് രാജ്യങ്ങൾ പേടിച്ചേ മതിയാകൂ. നിങ്ങൾ അമേരിക്കയ്ക്ക് താവളങ്ങൾ കൊടുത്തതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. Therefore, we urge you to send all American troops out. അമേരിക്കൻ സേനാ അംഗങ്ങൾക്ക്, സേനാ വിന്യാസങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വിട്ടുകൊടുത്തത് പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാം പുറത്താക്കിയെങ്കിൽ മാത്രമേ തങ്ങൾ ആക്രമണം നിർത്തൂ. കാരണം അമേരിക്കയെ ശത്രുപക്ഷത്താണ് ഇറാൻ കണ്ടത്. അമേരിക്കയാണ് ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഇസ്രായേൽ ഒരു പങ്കാളിയല്ല. ഇസ്രായേൽ പങ്കാളി മാത്രമാണ്. ഇസ്രായേൽ നേരിട്ട് സ്റ്റേക്ക് ഹോൾഡർ അല്ല. ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ നേരിട്ട് പങ്കാളികളല്ല, അമേരിക്കയുടെ ഒപ്പം പങ്കാളിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്നു, ഗൾഫ് രാജ്യങ്ങൾക്ക് നിലപാടെടുക്കേണ്ടി വരുന്നു. ആത്യന്തികമായി മുജ്തബ ഖുമൈനി പ്രതീക്ഷിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ അമേരിക്കയോട് ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സേനാ താവളങ്ങൾ താൽക്കാലികമായെങ്കിലും പ്രവർത്തനക്ഷമമല്ല എന്ന രേഖാമൂലം ഉറപ്പ് നമ്മൾ ഇറാന് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇറാൻ തുടർന്നും ആക്രമിക്കുമ്പോൾ സേനാ താവളങ്ങളെ മാത്രമായിരിക്കില്ല, തങ്ങളുടെ എണ്ണപ്പാടങ്ങളെ, എണ്ണ സംഭരണശാലകളെ, ഈ കടൽ ജലം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കി കുടിവെള്ളമാക്കി മാറ്റുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളെ ഉൾപ്പെടെ ആക്രമിച്ചാൽ പ്രതിസന്ധി വളരെ രൂക്ഷമാകും. അതൊന്നും പൂർണ്ണമായി അമേരിക്കയ്ക്ക് മാത്രമായി തടയാനാവില്ല. അമേരിക്കയുടെ താട് സംവിധാനം ഉൾപ്പെടെ വളരെ എണ്ണം കുറഞ്ഞു വരുന്നു. അതുകൊണ്ടൊരു തീരുമാനത്തിലെത്താൻ അമേരിക്കയെ നിർബന്ധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇറാൻ്റെ ഒരു ആക്രമണ തന്ത്രം. അപ്പോൾ അത് പക്ഷേ ആത്യന്തികമായി ഇറാൻ അറബ് രാജ്യങ്ങളെ ശത്രുപക്ഷത്തല്ല നിർത്തുന്നത് എന്നുകൂടി മുജ്തബ ഖുമൈനി പറയുന്നു. ഈ രാജ്യങ്ങളോടല്ല ഞങ്ങൾക്ക് എതിർപ്പ്. ഞങ്ങളുടെ എതിർപ്പ് ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താവളങ്ങൾ ഒരുക്കുന്നു എന്നതിലാണ്. നിങ്ങൾ മാറി ചിന്തിക്കൂ, നിങ്ങളുടെ നയം മാറ്റൂ, ഞങ്ങൾ ആക്രമണം നിർത്താം എന്ന നിലയിലാണ്. ഇവിടെയാണ് ഏറെ പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയമാണ്. അറബ് രാജ്യങ്ങൾ അതിന് തയ്യാറാകുമോ? GCC രാജ്യങ്ങളായ UAEയും ഖത്തറും ബഹ്റൈനും സൗദി അറേബ്യയും എല്ലാം, കുവൈറ്റും എല്ലാം അമേരിക്കയുടെ മേൽ ഈ ഒരു ആഗ്രഹം പറയുമോ? യുദ്ധം നിർത്താൻ ഇത് മാത്രമേ വഴിയുള്ളൂ എങ്കിൽ ഇറാൻ്റെ ടേംസ് അംഗീകരിക്കുക. അമേരിക്കൻ താവളങ്ങൾ പ്രവർത്തനക്ഷമമല്ല, ആത്യന്തികമായി പൂട്ടിക്കെട്ടാനൊന്നും ആവില്ല. അമേരിക്ക അത്രയും 18 താവളങ്ങളാണുള്ളത്. അതിൽ തന്നെ 7-8 എണ്ണം മേജർ താവളങ്ങളാണ്. അമേരിക്കൻ കപ്പൽപ്പടയുടെ സെൻട്രൽ കമാൻഡിൻ്റെ വിമാന സേനയുടെ ആസ്ഥാനമുണ്ട്. അമേരിക്കൻ കപ്പൽപ്പട 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് കട്ടയും പടവും മടക്കി അമേരിക്ക അങ്ങ് പോകൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാനാവില്ല. ഗൾഫ് രാജ്യങ്ങൾക്കും അങ്ങനെ പറയാനാവില്ല. അവർക്കും ഭീഷണി നേരിടുന്നുണ്ടല്ലോ, ഇറാനിൽ നിന്നുള്ള ഭീഷണി, അല്ലെങ്കിൽ ആത്യന്തികമായി ഇസ്രായേലിൽ നിന്ന് പോലും വരാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ വരില്ല, എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള ഭീഷണി ഉണ്ടെങ്കിൽ ഒരു സംരക്ഷണം അവർക്ക് വേണമല്ലോ. അപ്പോൾ അവർ പെട്ടിരിക്കുകയാണ്, ഗൾഫ് രാജ്യങ്ങൾ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതാണ് മുജ്തബയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുമായി ഇറാൻ മധ്യ ഇസ്രായേലിലും ടെൽ അവീവിലും വലിയ ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ മിസൈൽ ഭീഷണിയെ തുടർന്ന് ഭക്തരുടെ സുരക്ഷയ്ക്കായി ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങളിലെ പ്രാർത്ഥനകൾ താൽക്കാലികമായി ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിലും അത്ര പന്തിയല്ലേ കാര്യങ്ങൾ? ഒരിക്കലും തീക്കട്ടയെ ഉറുമ്പ് അരിക്കില്ല, കനൽക്കട്ടയെ ഉറുമ്പരിക്കില്ല.
എന്നതാണല്ലോ പഴഞ്ചൊല്ല്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു. അതുകൊണ്ട് എല്ലാ ഭീഷണികളും ഒഴിവാക്കത്തക്ക രീതിയിൽ ജനങ്ങൾക്ക് സ്വത്തിന് സുരക്ഷ നൽകുന്ന കവചം, അയൺ ഡോം എന്ന പേരിൽ, ഡേവിഡ് സ്ലിംഗ് എന്ന പേരിൽ, ആരോ സിസ്റ്റം എന്ന പേരിൽ, പല പേരുകളിൽ അറിയപ്പെടുന്ന വിവിധ റേഞ്ചുകളുള്ള ഏത് ഏറിയൽ ഒബ്ജക്റ്റ് ഇസ്രയേലിൻ്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടാലും അതിനെ കിലോമീറ്ററുകൾക്ക് അകലെ വെച്ച് തന്നെ നിർവീര്യമാക്കാൻ തക്ക സംവിധാനം. ഈ സംവിധാനം അയൺ ഡോമിൽ നിന്ന് ഇപ്പോൾ അയൺ ബീമിലേക്ക്, ലേസർ അധിഷ്ഠിത സംവിധാനം, അതിലേക്ക് നീങ്ങുകയാണ്. കാരണം ശബ്ദാതിവേഗ മിസൈലുകൾ, ഇപ്പോൾ ഷാഹിദ് സീരീസിലുള്ള ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെ ഇറാനിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അത് തടുക്കാൻ ഒരുപക്ഷെ കൺവെൻഷണൽ താഡ് സിസ്റ്റത്തിന് കഴിയില്ലാതെ വന്നേക്കാം. അതുകൊണ്ടാണ് അയൺ ബീമിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്നതും അങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇതെല്ലാം ഭേദിച്ചുകൊണ്ട് മധ്യ ഇസ്രയേലിലും ടെൽ അവീവിലും അതുപോലെ ജെറൂസലമിലും ചില സ്ഥലങ്ങളിൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നു. നാശനഷ്ടങ്ങളുടെ തോതിനെക്കുറിച്ച് കർശനമായ ഈ സെൻസർഷിപ്പ് നിബന്ധനകൾ ഉള്ളതുകൊണ്ട് പുറം ലോകത്തിനിപ്പോൾ വലിയ ഐഡിയ ഇല്ല. കാരണം അവിടുന്ന് വാർത്തകൾ പുറത്തു വരും. ജനാധിപത്യ ലോകമാണ്, മാധ്യമങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ റിപ്പോർട്ടിങ്ങിന് വലിയ നിയന്ത്രണങ്ങളാണുള്ളത്. അതുകൊണ്ട് ഐ വിറ്റ്നസ് അക്കൗണ്ട് പോലും വെളിയിൽ പറയാനുള്ള അനുവാദമില്ല. അവർ അറസ്റ്റഡ് ആകും, അവർ തടവിലാകും. അത് ഗൾഫ് രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം, പക്ഷേ അതേക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിന് വലിയ മിതത്വമാണ് അവിടെ കൽപ്പിക്കുന്നത്. സ്റ്റേറ്റ് മെഷീനറി, സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അല്ലാതെ സ്വതന്ത്രമായ അസസ്മെൻറ്റ് അവിടെയും യുദ്ധസമയത്ത് അസാധ്യമാകുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ യുദ്ധത്തിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ 12 ദിന യുദ്ധം 2025 സംഭവിച്ചപ്പോൾ, ജൂണിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിലോ അതിനേക്കാൾ കൂടുതലോ ആയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഇസ്രയേലിനുള്ളിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ജെറൂസലേം നഗരം വലിയ അരക്ഷിതാവസ്ഥ നേരിടുന്നു. അത് ഒരു വൈകാരിക വിഷയം കൂടിയാണ്. കാരണം അറബികൾക്കും യഹൂദനും അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾക്കും ഇസ്ലാമിക വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും ജൂതന്മാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആരാധനാലയങ്ങളുള്ള പുണ്യസ്ഥലങ്ങളുള്ള ലോകത്തെ ഏക നഗരമാണ് ജെറൂസലേം. ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി അമേരിക്ക ഉൾപ്പെടെ ഭരണസ്ഥിരാകേന്ദ്രമായി ട്രംപൊക്കെ അംഗീകരിച്ചിട്ടുള്ള ജെറൂസലേമിനെയാണ്. ടെല്ലവീവാണ് സാങ്കേതികമായ തലസ്ഥാനമായി കരുതപ്പെട്ടിരുന്നതെങ്കിൽ പോലും. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പിന്നെ ഇത് പലസ്തീൻ അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ജെറൂസലേമിൻ്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്, ഈസ്റ്റ് ജെറൂസലേം. അപ്പോൾ ജെറൂസലേം എന്ന പുണ്യ നഗരം ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിവിധ ജനവിഭാഗങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്? കാരണം അത് ഇസ്ലാമിന് മാത്രമല്ല, ജൂതന്മാർക്കും ക്രൈസ്തവർക്കും വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ് ജെറൂസലേം. അപ്പോൾ ജെറൂസലേമിനൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഇറാൻ എന്തുദ്ദേശിച്ചാണ് എന്ന് തീർച്ചയായിട്ടും അത് ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. കാരണം ജെറൂസലേം നഗരം തകർക്കപ്പെടാനാവില്ല, ജെറൂസലേം നഗരം നിലനിർത്തണം, അതിനെന്ത് വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വരും എന്ന് ഒരു പക്ഷേ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് നേരെ, അതുകൊണ്ട് ഇറാനുമായി സന്ധി ചെയ്തുകൊണ്ട് ആ ആക്രമണങ്ങൾ ഒഴിവാക്കണം എന്ന നിലയിലാകാം. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അളമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഏത് കേന്ദ്രവും എവിടെയും എന്തും ഇൻ ദ നെയിം ഓഫ് വെഞ്ചൻസ്, ഇൻ ദ നെയിം ഓഫ് റിവെഞ്ച്. കാരണം അവരുടെ പരമാധ്യക്ഷൻ ഷിയ സമൂഹത്തിൻ്റെ ആകമാന പരമാധ്യക്ഷനാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതിനെക്കുറിച്ച് 2 ഡിബേറ്റബിൾ പോയിൻ്റുണ്ട്. ഇറാൻ്റെ മാത്രം പരമാധ്യക്ഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമുന്നത നേതാവാണ്. പക്ഷേ ലോകത്താകമാനമുള്ള ഷിയ മുസ്ലിങ്ങളുടെ ഒരു ആധ്യാത്മിക ആചാര്യൻ കൂടിയാണ് അയത്തുള്ള സ്ഥാനീയനായ അയത്തുള്ള അലി ഖൊമനേയി. ഖൊമനേയി വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പിന്നെ മുൻപിൻ നോക്കേണ്ടതില്ല, എവിടെയും ആക്രമണങ്ങൾ നടത്താം. അത് ജസ്റ്റിഫിക്കാൻ, കാരണം അടിക്ക് തിരിച്ചടി ഉണ്ടാകണം എന്നത് ഐ ഫോർ എൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത് എന്നത് പ്രമാണമല്ലേ, അത് വിശ്വാസ പ്രമാണമല്ലേ. ആ ഒരു പ്രമാണമനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അവിടെ ജെറൂസലേം എന്നോ ഹൈഫ എന്നോ ഉള്ള വേർതിരിവ് വേണ്ടതില്ല എന്ന് ഇറാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും സന്ധിക്ക് ചില മർമ്മസ്ഥാനങ്ങളുണ്ട്. ആ മർമ്മത്തടി കിട്ടാതിരിക്കാൻ ചില നീക്കുപോക്കുകൾ, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന യുക്തിയാണ് ഒരുപക്ഷെ ഇറാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രവർത്തിക്കും. അമേരിക്കൻ ക്യാമ്പിൽ അങ്ങനെ ഒരു യുക്തി പ്രവർത്തിക്കും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു യുക്തി പ്രവർത്തിക്കും. കാരണം പലപ്പോഴും ഇസ്രയേൽ വിചാരിക്കുന്നത് ജെറൂസലേം ആക്രമണ വിധേയമാവില്ല എന്ന് തന്നെയാണ്. പക്ഷേ ജെറൂസലേം നഗരവും ആക്രമണ വിധേയമാകുമ്പോൾ അത് ഇറാനിലും ഒരുപാട് വെറുപ്പുണ്ടാകും, ഇറാന് നേരെയും വെറുപ്പുണ്ടാകും. 3 മതത്തിൽപ്പെട്ടവരും വെറുക്കില്ലേ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ വെറുക്കില്ലേ, മുസ്ലിങ്ങളുടെ ഖാബ ഉൾപ്പെടെയുള്ള പല
ഡോം ഓഫ് ദ റോക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അത് ജെറുസലേമിലല്ലേ. അപ്പോൾ അവിടെ തീർച്ചയായും അത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് യുദ്ധതന്ത്രങ്ങൾ തീർച്ചയായും ഇറാൻ പരമാവധി ആരും പ്രതീക്ഷിക്കാത്ത തന്ത്രങ്ങളിലൂടെ നീങ്ങുന്നു എന്ന് വേണം കാണാൻ. ഇറാനിലെ ആണവ തലച്ചോറുകളെ വ്യോമാക്രമണത്തിൽ തകർത്തുവെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞത്. അതായത് ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഇറാന് എന്നിട്ടും പതർച്ചയില്ല, തിരിച്ചടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ദ ന്യൂക്ലിയർ ബ്രെയിൻ, ആണവ ശാസ്ത്രജ്ഞന്മാർ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ്റെ ആണവ പദ്ധതി നിർത്തിവെക്കപ്പെടും എന്ന ഒരു മോഹം, എന്ന ഒരു ചിന്ത, ഒരു പദ്ധതി, ഒരു പ്ലാൻ, അത് പൂർണ്ണമായി നടപ്പായില്ല. ആണവ ശാസ്ത്രജ്ഞനായിരുന്നല്ലോ ഫക്കിസാദ, അദ്ദേഹം വധിക്കപ്പെട്ടു. പക്ഷേ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം അഭംഗുരം തുടർന്നു. ഏറെ ആണവ ശാസ്ത്രജ്ഞന്മാർ വിവിധങ്ങളായ ആക്രമണങ്ങളിൽ കാലാകാലങ്ങളിൽ ഇറാൻ ഉള്ളിൽ വെച്ചും മറ്റു പല സ്ഥലങ്ങളിൽ വെച്ച്, ഡമാസ്കസിൽ വെച്ച്, ബെയ്റൂട്ടിൽ വെച്ച് ഒക്കെ വധിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ വസ്തുതകളായി ഇരിക്കെ ഇപ്പോൾ മാറി ചിന്തിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ്, അത് നഥാൻസിലും ഇസ്ഫഹാനിലും അതുപോലെ ഫർദോയിലും ഒക്കെയുള്ള ഓരോ കേന്ദ്രങ്ങൾ അത് പൂർണ്ണമായി തകർത്തു കഴിഞ്ഞു. നഥാൻസിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷവും കനത്ത ആക്രമണമുണ്ടായി, ആണവ വികിരണം ഉണ്ടായതായി റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷെ അതുണ്ടെങ്കിൽ പോലും സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, ഒരു ഫെസിലിറ്റി, സെൻട്രിഫ്യൂജുകൾ ഒരു പക്ഷേ തകർത്തിട്ടുണ്ടാവാം, ഫിസൈൽ മെറ്റീരിയൽ അവർ മാറ്റിവെച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ വാർ ഹെഡുകളായി രൂപപ്പെടണമെങ്കിൽ ഏറെ പരിശ്രമം ആവശ്യമാണ്, അതിന് തലച്ചോറുകൾ ആവശ്യമാണ്, അതിന് ആണവ ശാസ്ത്രജ്ഞന്മാരുടെ അക്ഷീണമായ പ്രയത്നം ആവശ്യമാണ്. ഒരുപക്ഷെ ചൈനയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ഈവൻ റഷ്യയ്ക്കും ഉൾപ്പെടെ ഇറാനുമായി തന്ത്രപരമായ ആണവ വിവരങ്ങൾ കൈമാറാനാവും. അങ്ങനെയൊക്കെ കൈമാറിയത് കൊണ്ടാണല്ലോ ഇറാൻ ഇത്ര വരെ എത്തിയത്. രഹസ്യമായി സംഘടിപ്പിച്ചെടുത്ത ആണവ വിദ്യ തന്നെയാണ്. ഇറാനിൽ ഒറിജിനലി ഉണ്ടായ ഒരു ബ്രെയിൻ മാത്രമല്ല, അത് പല സ്ഥലങ്ങളിൽ നിന്നും ആണവ സാങ്കേതികവിദ്യ മാത്രമല്ല, അതിനുള്ള ഇൻപുട്ടുകൾ, ടെക്നിക്കൽ ഇൻപുട്ടുകൾ, ഒരു പലതും കൂട്ടി യോജിപ്പിക്കാനുള്ള ആത്യന്തികമായ ചില ബോട്ടിൽ നെക്സ് ഉണ്ട്. അതൊക്കെ അയൺ ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് രാജ്യങ്ങളുടെയും സപ്പോർട്ട് ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്ന് നിസ്തർക്കമാണ്. അല്ലാതെ ആറ്റമം ഉണ്ടാക്കി വെള്ളിത്താലത്തിൽ വെച്ച് നോർത്ത് കൊറിയ ഇറാന് നൽകി എന്ന് പറയുന്നത് ശരിയല്ല. പാകിസ്ഥാനും ലഭിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളുടെയും ആണവ ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനും ഒരു ആണവ ബോംബ് വിവിധ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തി, 5 സ്ഫോടനങ്ങൾ നടത്തി, 5 വ്യത്യസ്തമായ രീതിയിലുള്ള ആണവ ഈൽഡ് അനുസരിച്ചുള്ള ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ലോകത്തോടായി 1998 വിളിച്ചു പറയാൻ കഴിഞ്ഞത് ഇൻഡിജിനസ് ആയിട്ട് മാത്രം ഉണ്ടാക്കിയത് കൊണ്ടല്ല, വെളിയിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംവിധാനം പൂർണ്ണമായി തകർക്കാൻ ആവും എന്നാണ് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഇറാൻ പിന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. എന്തായാലും ടെക്നോളജി ഈസ് ഇൻ ദ മൈൻഡ്, ടെക്നോളജി ഈസ് ഇൻ ദ ഡ്രോയിങ് ബോർഡ്. അതുണ്ട്, അത് തീർച്ചയായും ഈ കമ്പ്യൂട്ടറുകളിൽ തീർച്ചയായും ഉണ്ട്. അത് സൈമുലേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും. അപ്പോൾ കൂടുതൽ സ്ഫോടനങ്ങൾ നടത്തുകയോ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഒരുപക്ഷെ അതിനുള്ള സാങ്കേതികവിദ്യ ഇറാൻ ആർജിക്കുന്നുണ്ട്. ആ സാങ്കേതികവിദ്യ നിലവിലെ ഭരണകൂടം നാളുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതുകൊണ്ടാണ് നിലവിലെ ഭരണകൂടം മാറണം എന്ന ചിന്ത വലിയ തോതിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്, ഇസ്രായേൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇറാൻ്റെ ഒരു ആണവ പദ്ധതി നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് ശാന്തമായി ഉറങ്ങാനാവില്ലല്ലോ. ഇസ്രായേൽ എന്ന ചെറിയ രാജ്യമല്ലേ. ഇറാൻ്റെ ഏതെങ്കിലും ഒരു ആണവ ഡിവൈസ് ഇസ്രായേൽ പതിക്കുന്ന സാഹചര്യത്തിൽ ദ എൻറ്റയർ ഇസ്രായേൽ വിൽ ബി വൈപ്ഡ് ഔട്ട്. പ്രത്യേകിച്ച് ഇറാൻ ഒരു ആണവ ക്ലോക്കും വെച്ചുകൊണ്ട്, അടവല്ല, ഒരു പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചുകൊണ്ട് 2040 ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പതനം ഇപ്പോൾ 2040 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുമുതൽ ഇനിയിപ്പോൾ ഇത്ര വർഷം കൂടി ബാക്കി, 2026 മുതൽ ഇത്ര വർഷം ബാക്കി, ഇനി 14 വർഷം. അതിനുള്ളിൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അതിന് പരമ്പരാഗതമായ വെപ്പൺസ് പോരാതെ വരുമല്ലോ. അത് ആണവ യുദ്ധം തന്നെയായിരിക്കും എന്നതാണ് ഇസ്രായേലിൻ്റെ ഭയാശങ്ക. ഒരു രാജ്യത്തിന് മുഴുവൻ ഭയാശങ്കയാണ്, ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ ഭയാശങ്കയാണ്. അത് ന്യായം തന്നെയാണ്, ആ ഭയാശങ്ക ഉറപ്പായിട്ടുണ്ടല്ലോ. പക്ഷേ ആ ഭയാശങ്ക
ഒഴിവാക്കാൻ വേണ്ടി ഇറാൻ എന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യുക എന്നത് എലിയെ തോപ്പിച്ച് ഇല്ലം ചുടുക എന്ന ഒരു ക്രമത്തിൽ വായിച്ചെടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഇറാൻ്റെ ആണവ പദ്ധതി വലിയ വിപത്തായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഫെസിലിറ്റീസ് മേ ബി ഗോൺ. ഒരു 10 വർഷത്തേക്ക് ഇനി ഇറാന് ആണവ ആയുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ ഒക്കില്ല. ഇപ്പോൾ 60% സമ്പുഷ്ടീകരണ തോതാണ് ഇറാൻ അച്ചീവ് ചെയ്തതായി പറയുന്നത്. അതിൽ നിന്ന് 90% എത്താനുള്ള സാങ്കേതികവിദ്യ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനല്ല, അതിന് 3.6% സമ്പുഷ്ടീകരണം മതിയാകും. ആ എൻറിച്ച്മെൻറ്റ് ഭീതിതമായ തോതിൽ വളരുമ്പോൾ അത് പ്ലൂട്ടോണിയം ഗ്രേഡിലേക്കൊക്കെ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ആണവ ബോംബിലൂടെ സുരക്ഷ കൈവരിക്കാം. ഡിറ്ററൻസ് ഇറാൻ ആഗ്രഹിക്കുന്ന അതാണ്. ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് അതൊക്കെ ഇറാൻ ചെയ്ത അബദ്ധങ്ങളാണ്. ഇങ്ങനെ ഒരു ക്ലോക്കൊക്കെ സെറ്റ് ചെയ്ത് ഇസ്രായേലിനെ ഞങ്ങൾ തീർക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പ്രതികരണം ഉണ്ടാകുമല്ലോ. ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, അമേരിക്കയെ വെല്ലുവിളിക്കാൻ പോകാതിരുന്നു, ഇസ്രായേലിന് മരണം എന്ന് വിളിച്ചു കൂവാതിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ ആക്രമണം ഉണ്ടാകില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയർ ഡിറ്ററൻസ് ഒരു രാജ്യത്തിന് ആവശ്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയല്ലേ. ഇന്ത്യ ചെയ്തത് 1974 പൊഖ്റാനിൽ ബുദ്ധനൊന്ന് ചിരിച്ചു. 1998 രണ്ടാമതും പൊഖ്റാൻ മരുഭൂമിയിൽ വീണ്ടും ആണവ പരീക്ഷണം നടത്തി. ഓപ്പറേഷൻ ബുദ്ധ സ്മൈൽസ് നമ്പർ 2 അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം ബുദ്ധൻ ചിരിച്ചത് വെറുതെ ആയില്ല. സമാധാനം സ്ഥാപിക്കണം. ബുദ്ധൻ സമാധാനത്തിൻ്റെ ആചാര്യനല്ലേ, അഹിംസയുടെ ആചാര്യനല്ലേ. അത് സംഭവിക്കണമെങ്കിൽ ഇന്ത്യ ന്യൂക്ലിയർ പവർ ആയതുകൊണ്ടാണ് മറ്റാക്രമണങ്ങൾ സംഭവിക്കാത്തത്. ഇറാൻ ഒരു ആണവ ശക്തി ആയിരുന്നു എങ്കിൽ, നോർത്ത് കൊറിയയെ പോലെ ഒരു ആണവ ശക്തി ആയിരുന്നു എങ്കിൽ, വെപ്പണൈസ് ചെയ്തിരുന്നു എങ്കിൽ, അതിൻ്റെ പടിവാതിൽക്കൽ എത്തി, പക്ഷെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കാൻ തയ്യാറാകുമായിരുന്നോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി എല്ലാവരുടെ നാവിൻ തുമ്പത്ത് വരുന്നത് ഈ ഘട്ടത്തിലാണ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. എന്തായാലും അമേരിക്കയുടെ മാത്രമല്ല ഇസ്രായേലിൻ്റെയും കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടി തുടരുന്നത്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ റഷ്യ പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഇറാനുള്ള പിന്തുണയാണോ, അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണോ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അത് അടുത്ത എപ്പിസോഡിൽ.